Hi guys, once again welcome back to another variety video of Trip with Shinil. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ട്രിച്ചിയിലാണ്. ട്രിച്ചിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കല്യാണി ബിരിയാണി, KMS ഹക്കീം കല്യാണി ബിരിയാണി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഫാക്ടറിയാണിത്. അവർക്ക് ഏകദേശം 45ഓളം ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. നമ്മൾ മധുരൈ തൃച്ചി റൂട്ടിൽ അവരൊരു ഡ്രൈവ്-ഇൻ ഹോട്ടലുണ്ട്, ഡ്രൈവ്-ഇൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, വിത്ത് വെറൈറ്റി ഫുഡ്, വിത്ത് വെറൈറ്റി ആംബിയൻസ്. ഒരു അടിപൊളി ഹോട്ടലാണ്. അവിടെ നമ്മൾ കല്യാണ ബിരിയാണി കഴിക്കാനുള്ള ഒരു അവസരമുണ്ടായി. ഒരു അടിപൊളി കല്യാണ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ 45ഓളം വരുന്ന ഔട്ട്ലെറ്റിലേക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു ബിരിയാണി ഫാക്ടറിയാണ്. KMS ഹക്കീം ബിരിയാണി ഫാക്ടറി, കല്യാണ ബിരിയാണി ഫാക്ടറിയാണ്. അപ്പോൾ ആ ബിരിയാണി ഫാക്ടറിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ തൃച്ചിയിലെ ഫുഡ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ട്രക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹക്കീം കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ആ കല്യാണ ബിരിയാണി ഫാക്ടറിയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. കല്യാണം നടത്താനുള്ള ഹോളുണ്ട്, അതുപോലെ തന്നെ സൊമാറ്റോ, അതുപോലെ തന്നെ സ്വിഗ്ഗി, അങ്ങനെയുള്ള ഫുഡ് ഡെലിവറി ആപ്പുകളിൽ നിന്നുള്ള ഡെലിവറി ഉണ്ട്. നമുക്ക് പാഴ്സൽ മേടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹോട്ടലുകളിലേക്കുള്ള കല്യാണ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എല്ലാവരും ഇവിടെ നിന്നാണ്. അപ്പോൾ അത് ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണാൻ പോണത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹക്കീം കല്യാണ ബിരിയാണിയിലേക്ക് വരാൻ നേരത്ത്, അവരുടെ ബിരിയാണി ഫാക്ടറിയിലേക്ക് വരാൻ നേരത്ത് അവരുടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു മിനി ഹാളാണ്. നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്, അതിപ്പോൾ ഈ തൃച്ചിയിലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് റെൻറ്റിന് ഒരു ഹാള് കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. അപ്പോൾ അവർക്ക് ഫുഡും ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിയിലേക്ക് പോകുന്നത് കാണാം. ഹക്കീം കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടത്. ഇവിടെയാണ് പാഴ്സൽ കൗണ്ടർ, ഈ ഭാഗത്താണ് പാഴ്സൽ കൗണ്ടർ. നമുക്ക് ഇവിടെ വന്നിട്ട് പാഴ്സൽ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പാഴ്സൽ കിട്ടും. ഇതാണ് പാഴ്സൽ കൗണ്ടർ. അപ്പോൾ ഇവിടെ നിന്ന് പാഴ്സൽ മേടിച്ചിട്ട് നമുക്ക് പോകാം. അപ്പോൾ ആ പാഴ്സലിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. നമുക്കൊരു അഡ്മിൻ മാനേജർ മിസ്റ്റർ ഷിഹാബുദ്ദീൻ ഉണ്ട്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുതരും. ഇതാണ് ഇവരുടെ ഒരു ചെറിയൊരു കിച്ചൺ, പാഴ്സൽ കിച്ചണാണ്. അപ്പോൾ ഇവിടെ ഈ പാഴ്സൽ പാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഗൈസ്, അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മൾ ഒരു ഫുൾ ബക്കറ്റ് കല്യാണ ബിരിയാണി മേടിക്കുന്നതിന് ഒരു പടി എന്നാണ് പറയുന്നത്. ഒരു ബക്കറ്റ് മേടിച്ചാൽ 10 പേർക്ക് കഴിക്കാൻ പറ്റും. അരപ്പടി മേടിച്ചാൽ 5 പേർക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ നമുക്ക് പാഴ്സൽ ഇവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ഒരു ബക്കറ്റിന് ഒരു പടി, അര ബക്കറ്റിന് അരപ്പടി എന്നാണ് പറയണത്. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹക്കീം കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിയുടെ ഉൾവശമാണ് ഈ കാണുന്നത്.
അപ്പോൾ ഒരുപാട് ചെമ്പുകൾ കേട്ടോ, നിറയെ ചെമ്പുകൾ. നമ്മൾ ഈ എന്താണ് മലയാളത്തിൽ പറയാൻ നേരത്ത് ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കുന്ന മണമാണ് ഇവിടെ. ഒരു രക്ഷയില്ല, മൂക്കിലേക്ക് ഇങ്ങോട്ട് ഇരച്ച് കയറുകയാണ്. അത്തരത്തിൽ ആ ഒരു സ്റ്റൈലിലാണ് ഇവിടെ വരാൻ നേരത്ത് വിശപ്പിരട്ടിക്കുന്ന സ്റ്റൈലിലാണ് നമ്മുടെ ഈ ഫാക്ടറിയിലുള്ളത്. ഒരുപാട് ചേട്ടന്മാർ അണ്ണന്മാർ നിറഞ്ഞു നിന്ന് പണിയെടുക്കാനായിട്ട്. മാസ്റ്റർ അണ്ണൻ്റെ പേരെന്താ? മുബാറക് മാസ്റ്ററാണ്. ഇത് ബിരിയാണി മാസ്റ്റർ അല്ലേ? ബിരിയാണി മാസ്റ്ററാണ് മുബാറക് മാസ്റ്റർ. ഇനി ഇതാരാണ്? നത്തർ മുഹമ്മദ് സിറാജ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചേട്ടന്മാർ കണ്ട, നല്ല എന്തിനും പോകുന്ന ചേട്ടന്മാരാണ് നമ്മുടെ ഹക്കീം കല്യാണ ബിരിയാണിയുടെ ശക്തി. അവർ പുറകിൽ നിന്നിട്ട് എന്ത് ചൂടാണെന്നറിയാമോ? ഇതിൻ്റെ ഉള്ളിൽ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. പക്ഷേ ഈ ചൂടിൽ നിന്നിട്ട് ഇവർ വെന്തുരുകി പണിയെടുത്തുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഏറിയ ആ ബിരിയാണിയാണ് നമ്മുടെ നാവിൽ വെച്ച് രുചിച്ച് നമ്മുടെ വയറിനെയും മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നത്. അത്തരത്തിൽ അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയിലട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 15 ചെമ്പുകളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 15 ചെമ്പുകൾ. 15 ചെമ്പിൽ 1 2 3 4 5 6 7 ചെമ്പുകളുടെ ബിരിയാണി ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി 15 ചെമ്പുകളാണ്. ഗൈസ്, അപ്പോൾ അതെ ഇവിടെ നമ്മുടെ സൈഡ് ഡിഷാണ്. സൈഡ് ഡിഷ് ബോൺലെസ് ഫിഷാണിത് അല്ലേ? ബോൺലെസ് ഫിഷ് വറുത്തുകൊണ്ടിരിക്കുന്നു. ഫ്രൈ അല്ലേ? ഇത് സ്പെഷ്യലാണ്. ബിരിയാണി സ്പെഷ്യൽ ഡിഷ് ഫോർ ബിരിയാണി. അപ്പോൾ കല്യാണ ബിരിയാണിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് ബോൺലെസ് ഫിഷ് കൂടി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. ഇനി അടുത്ത സൈഡ് ഡിഷാണ് കാണാൻ പോണത്. ഇതെന്തുവാ? ചിക്കൻ മഞ്ചൂരിയൻ ആണ്. ഇത് ചിക്കൻ മഞ്ചൂരിയൻ ഡിഫറെന്റ് സ്റ്റൈലിലാണ് കാണുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ചൈനീസ് കുക്കായ മിസ്റ്റർ ശിവയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. മിസ്റ്റർ ശിവ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഷിഹാബ് മാസ്റ്റർ ഉണ്ട്, അതുപോലെ വേറൊരു മാസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ശിവ മാസ്റ്റർ ഉണ്ട്. അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്കിംഗ് മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ ഷെഫുമാരാണ് നമ്മുടെ KMS ഹക്കീം കല്യാണ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും കൂടി വേറൊരു കാഴ്ച കൂടി കാണാം. ഗൈസ്, അപ്പോൾ അതെ ഇവിടെ നമ്മുടെ വെള്ളം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് വാട്ടറാണ്, ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ KMS ഹക്കീം കല്യാണ ബിരിയാണിയുടെ റൈസ് ഇടാൻ പോണം. റൈസിൻ്റെ പേര് ജീരക സംബ എന്ന് പറഞ്ഞ റൈസാണ്. ശമ്പ റൈസ്. അതിൻ്റെ പ്രത്യേകത സ്മോൾ ഈ ശമ്പ റൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചിന്നതായിട്ടിരിക്കും, വളരെ ചെറുതായിട്ടിരിക്കും. ആ ചെറുതായിട്ടിരിക്കുന്ന റൈസാണ് നമ്മുടെ KMS ഹക്കീം കല്യാണ ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ അതാണ്
ഗൈസ്, അപ്പോൾ നമ്മൾ ചെമ്പ റൈസ് കഴുകി റെഡിയാക്കി നമ്മുടെ കൊട്ടയിൽ കൊണ്ടുവന്ന് കൊട്ടയിൽ നിന്ന് നമ്മുടെ ചെമ്പിലേക്ക് ഇട്ട് ഇപ്പോൾ ഐസ് ബോയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് അത് വെന്ത് കഴിയുമ്പോഴാണ് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കണം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഫാക്ടറിയിൽ ഏകദേശം ഒരു 3-4 ചെമ്പിൽ ഇപ്പോഴും നമ്മുടെ അരി നമ്മുടെ KMS ഹക്കിം കല്യാണ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന KMS ഹക്കിം കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിയാണിത്. ആ ഒരു ഫാക്ടറിയിൽ ഏകദേശം എല്ലാ ദിവസവും 10,000-കണക്കിന് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിയാണ്, വലിയൊരു ഫാക്ടറി. ആവശ്യത്തിലധികം വിറക്, അതുപോലെ തന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് നോക്കിയേ, അവിടെ ഇരിക്കുന്ന ചെമ്പുകൾ കിടക്കണം നോക്കിയേ, എത്ര ചെമ്പുകളാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ ആ ചെമ്പ് കത്തിക്കാനുള്ള അടപ്പുകൾ, അതുപോലെ അത് കഴുകാനുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഓരോ സംഭവം റെഡിയായി കഴിയുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അത് പാക്ക് ചെയ്ത് പുതിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ഈ KMS ഹക്കിം കല്യാണ ബിരിയാണിയുടെ ഫാക്ടറിയിൽ റെഡിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മട്ടൻ റെഡിയാണ്. മട്ടൻ അങ്ങനെ വെന്ത് ആ പരുവത്തിലായിട്ട് നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി മണമാണ്. ആ ഒരു മട്ടൻ ആ കറക്റ്റ് വേവിൽ കറക്റ്റ് മസാലയോട് കൂടി നല്ല രുചിയല്ല നല്ല മണത്തോടു കൂടി സംഭവം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വേവിച്ച അരി, ആ അരി ഇതിൻ്റെ അകത്തേക്ക് ഇടും. എന്നിട്ടാണ് നമ്മൾ വീണ്ടും മൂടി വെച്ച് ദമ്മാക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ആ ദം പൊട്ടിക്കണത്. അതാണ് അടിപൊളി കാഴ്ച. ശരിക്കും ആ ദമ്മ് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, തകർപ്പൻ മണമാണ്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ കണ്ടത് ഇപ്പോൾ ഇതുണ്ട്, ഇതൊരു ദമ്മാണ്. ഇത് ആ അരിയിട്ട് മൂടി, ആ മട്ടനും അരിയും കൂടി ഇട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു കനലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അടിയിൽ നിന്നും മുകളിൽ നിന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് ചൂട് കിട്ടി അത് ബോയിലാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച അരിയാണിത്. ആ അരി നമ്മുടെ കൊട്ടയിലേക്ക് ആക്കിയിട്ട് ഇപ്പം അവർ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണണം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ കൊട്ടയിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കണ മട്ടൻ്റെ മുകളിലേക്ക് അത് വിതറാൻ പോയാണ്. മട്ടൻ്റെ മുകളിലേക്ക് വിതറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. റൈസ് ബിരിയാണി റൈസ്, ജീരക സാമ്പാർ ബിരിയാണി റൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ അരി മട്ടൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം ആ മട്ടൺ വേവിച്ച ഗ്രേവി, ആ ചാറ് ആ അരിയിലേക്ക് ഒഴിച്ചിട്ട് അത് ഇട്ടിട്ടാണ് വീണ്ടും ബോയിൽ ചെയ്യുക. അതായത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു കല്യാണ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് ആദ്യം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള മട്ടൺ ശരിയാക്കി എടുക്കുന്നു. മട്ടൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഉപയോഗിച്ച് അത് വേവിച്ചെടുക്കുന്നു. അത് വേവിച്ചെടുത്ത് ഒരു സൈഡിൽ വെച്ചതിന് ശേഷം നമ്മുടെ ചെമ്പ റൈസ്, വളരെ സ്മോളായിട്ടുള്ള ചെമ്പ റൈസ് കഴുകി വൃത്തിയാക്കി അത് ഒരു മസാലക്കൂട്ടിലിട്ട് ബോയിൽ ചെയ്യുന്നു. അതിനുശേഷം ഇത് രണ്ടും വാർത്തെടുത്തിട്ട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വെന്ത ചെമ്പ റൈസ് വാർത്തെടുത്ത് വെന്ത മട്ടൻ്റെ മുകളിലേക്ക് വിതറുന്നു. അതിനുശേഷം മട്ടൻ്റെ ഗ്രേവി, മട്ടൻ്റെ ചാറ് ആ ഒരു അരിയുടെ മുകളിലേക്ക് നമ്മൾ വെന്തുരുകിയ റൈസിൻ്റെ മുകളിൽ വിതറിയതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് അതിന് മുകളിൽ തീക്കനലിട്ട് വേവിക്കുകയാണ്. അതിനുശേഷം വെള്ളം വറ്റിയതിന് ശേഷമാണ്, അതായത് നമ്മൾ നേരത്തെ കണ്ട ചാറ് വറ്റിയതിന് ശേഷമാണ് ആ ഒരു ചെമ്പ് പൊട്ടിക്കണത്. ആ ചെമ്പ് പൊട്ടിക്കുമ്പോഴുള്ളൊരു മണം എന്ന് വെച്ചാൽ കിടിലം മണം.
ഗൈസ്, കല്യാണ ബിരിയാണിക്ക് നമ്മൾ നേരത്തെ ചമ്പ റൈസാണ് യൂസ് ചെയ്തെങ്കിൽ ഇത് ബസുമതി റൈസാണ്. ബസുമതി റൈസിൻ്റെ ഒരു പ്രത്യേകത ലോങ് റൈസാണ്. അപ്പോൾ അത് മറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോണം. ഓക്കെ, ഗൈസ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്തുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടത് ചമ്പ റൈസാണ്. ചമ്പ റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ റൈസാണ്, ചെറിയ ചെറിയ തരികളാണ് അതിൻ്റെ റൈസ്. പക്ഷേ ഇങ്ങോട്ട് വരാൻ നേരത്ത് ബസുമതിയാണ്. ബസുമതി പറയുമ്പോൾ ലോങ് ആണ്, വളരെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് മനസ്സിലാവും ലോങ് റൈസാണ്, വളരെ രസകരമായിട്ടുള്ള റൈസാണ്. ഗൈസ്, അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഹക്കീം കല്യാണ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു റീറ്റെയിൽ കൗണ്ടർ ഉണ്ട്. അവിടെയാണ് മെയിനായിട്ട് ബക്കറ്റ്, ഒരു ബക്കറ്റ്, അര ബക്കറ്റ്, അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ, അതുപോലെ തന്നെ എന്താണ് കസ്റ്റമേഴ്സിന് പാഴ്സലായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ എല്ലാം നടക്കുന്നത് ഈ ഒരു റീറ്റെയിൽ കൗണ്ടറിലാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി റെഡിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബക്കറ്റും റെഡിയാണ്. നമുക്ക് ഹാഫ് ബക്കറ്റും ഉണ്ട്, ഫുൾ ബക്കറ്റും ഉണ്ട്. അപ്പോൾ ഹാഫ് ബക്കറ്റ് അവരിങ്ങനെ കോരി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമേഴ്സ് പുറത്ത് വന്നിട്ട് അവർക്ക് പേ ചെയ്ത് അപ്പം തന്നെ മേടിക്കാം. അതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ട്, ഓൺലൈൻ ആപ്പിൽ കയറി ഓർഡർ ചെയ്യാം. ഓൺലൈൻ ആപ്പിൽ കയറി ഓർഡർ ചെയ്താലും ഇവിടെ പാഴ്സൽ ചെയ്ത് അത് ഓൺലൈൻ പാഴ്സലായിട്ട് നമുക്ക് ഇവിടുന്ന് ഡെലിവറി ഉണ്ടാവും. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഹക്കീം കല്യാണ ബിരിയാണിയുടെ കാറ്ററിംഗ് സർവീസ് ടീമാണ്. അപ്പോൾ കാറ്ററിങ്ങും നമ്മുടെ ഹക്കീം കല്യാണ ബിരിയാണി ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള അരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവർ എത്തിയേക്കണം. അപ്പോൾ അത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മുടെ കശുവണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കശുവണ്ടി വറുത്തത് എന്തിനാണ്, നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ടാണ്. ഇനി മുന്തിരിയും കൂടി ഇടുന്നുണ്ട്. മുന്തിരിയും വറുത്തിട്ട് അതും കൂടിയാണ് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇടുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണ ബിരിയാണി കഴിക്കുന്നുണ്ട്. നമ്മൾ എടുത്തത് ചെമ്പ റൈസിൻ്റെ ജീരക കല്യാണ ബിരിയാണിയാണ്. അടിപൊളിയായിട്ട് ഇതുണ്ട്. ഇതിൻ്റെ ആ ഒരു നോക്കി, ആ ഒരു വേവൊക്കെ നോക്കി അടിപൊളിയായിട്ടാണ്, സൂപ്പർ സംഭവമാണ്.